ഇറ്റ്സ് മീ ആദർശ്. വെൽക്കം ബാക്ക് ടു മലബാർ ട്രേഡർ. അപ്പോൾ ഇന്നത്തെ മാർക്കറ്റ് ഇവിടെ ഓപ്പൺ ആയില്ല, പ്രീ മാർക്കറ്റ് ഓപ്പൺ ആയിട്ടുള്ളൂ. സമയം 9:14 ആയിട്ടുണ്ട്. അപ്പോൾ ഇന്നത്തെ ട്രേഡിൻ്റെ കാര്യങ്ങളൊക്കെ നമുക്ക് നോക്കി നോക്കാം. നല്ല ഓപ്പർച്യൂണിറ്റീസ് വരുമോ എങ്ങനെയാണെന്നുള്ളതൊക്കെ. കഴിഞ്ഞ ഒരാഴ്ചയായിട്ട് തീരെ വീഡിയോസൊന്നും ഇല്ലേനി. കഴിഞ്ഞ ഒരാഴ്ച ട്രേഡും കാര്യങ്ങളൊന്നും ഇല്ലേനി, അതുകൊണ്ടാണ് വീഡിയോസൊന്നും ചെയ്യാഞ്ഞത്. അതിൻ്റെ P&L കാര്യങ്ങളൊക്കെ വരുന്ന ദിവസങ്ങളിൽ ഞാൻ കാണിക്കുന്നതായിരിക്കും. കുറച്ച് തിരക്കായിപ്പോയി. ഓക്കെ, ഇനി ഇന്നത്തെ മാർക്കറ്റ് നോക്കുകയാണെങ്കിൽ ഇന്നത്തെ ലെവൽസൊക്കെ ഒന്ന് നമുക്ക് വരച്ച് നോക്കാം. ഇനിയിപ്പോൾ ട്രേഡ് ചെയ്യാൻ വേണ്ടിയിട്ട് ഞാൻ ഉപയോഗിക്കാൻ പോകുന്ന ലെവൽസ് ബാങ്ക് നിഫ്റ്റിയിൽ ഇതിപ്പോൾ നിഫ്റ്റിയാണ്. നിഫ്റ്റിയിൽ നോക്കുകയാണെങ്കിൽ ഏകദേശം ഈ ഒരു റേഞ്ചിൽ ഒരു ലെവലുണ്ട്. അത് നമുക്ക് ജസ്റ്റ് ഒന്ന് മാർക്ക് ചെയ്യുക. ഒരുപാട് വിട്ടിട്ടാണ് മാർക്കറ്റിൽ ലെവലുള്ളത്. കഴിഞ്ഞ വെള്ളിയാഴ്ച ഭയങ്കര ന്യൂസിൻ്റെ കാര്യങ്ങളൊക്കെ ആയിട്ട് ഭയങ്കര വോളറ്റൈലും പിന്നെ കുറേ കൺസോൾട്ടേഷനൊക്കെ ആയിട്ടുള്ള മാർക്കറ്റാണ്. അതുകൊണ്ട് ഒരുപാട് വിട്ടിട്ടാണ് ലെവലുള്ളത്. മേലോട്ടേക്കുള്ള ലെവൽ നോക്കുകയാണെങ്കിലും അത്യാവശ്യം നല്ല വിട്ടിട്ടാണ്. ഇവിടെ നിന്ന് സൂം ചെയ്ത് നോക്കാം. അത്യാവശ്യം നല്ല അപ്സൈഡിലാണ്. ഈ ഒരു റേഞ്ചിലാണ് മേലോട്ടുള്ള ലെവലുള്ളത്, 24,978. അപ്പോൾ ഇത്രയും വിട്ടിട്ടാണ് ഇന്നുള്ള മാർക്കറ്റ് ഓപ്പൺ ആയിട്ടുണ്ട്. ഇത്രയും വിട്ടിട്ടാണ് മേലെ താഴെ ലെവൽസ് ഉള്ളത്. അപ്പോൾ അതിലേതെങ്കിലും ടാപ്പ് ചെയ്യുമോ എന്നുള്ളത് അറിയില്ല. ഒന്നെങ്കിൽ മേലെ ടാപ്പ് ചെയ്യണം, അല്ലെങ്കിൽ ഈ താഴെ ടാപ്പ് ചെയ്യണം, അതല്ലെങ്കിൽ ഉള്ളിൽ പുതിയൊരു ലെവൽ ക്രിയേറ്റ് ആയിട്ട് അത് ടാപ്പ് ചെയ്യണം. അങ്ങനെയാണ് അതിൽ ആ 3 സിറ്റുവേഷനിലാണ് നമുക്ക് എൻട്രി ഉണ്ടാവുക. ഇനി ബാങ്ക് നിഫ്റ്റിയിൽ നോക്കുകയാണെന്നുണ്ടെങ്കിൽ ബാങ്ക് നിഫ്റ്റിയിലും ഏതാണ്ട് അതുപോലെയൊക്കെ തന്നെയാണ് അവസ്ഥ. മേലോട്ടേക്കുള്ള ലെവൽ നോക്കുകയാണെങ്കിൽ താഴത്തുള്ള ലെവൽ ആദ്യം മാർക്ക് ചെയ്യുക. ഈ ഒരു ഏരിയയിൽ ഒരു ലെവലുണ്ട്. മേലുള്ള ലെവലും ഒരുപാട് ബാക്കോട്ടേക്ക് തന്നെ ആയിരിക്കും നിഫ്റ്റിൻ്റെ. അതേപോലെ തന്നെ ഭയങ്കര കൺസോൾട്ടേഷൻ മാർക്കറ്റ് ആയതുകൊണ്ടാണ് ഇന്നലെ കഴിഞ്ഞ വെള്ളിയാഴ്ച സ്റ്റാർട്ടിങ് ഒരു വലിയ ക്യാൻഡിൽ ഉണ്ടായിട്ട് ആ ക്യാൻഡിൻ്റെ ഉള്ളിലാണ് എല്ലാ ക്യാൻഡിൽസും ഉണ്ടായത്. അതുകൊണ്ടാണ് വേറെ ലെവൽസും കാര്യങ്ങളൊന്നും ഇല്ലാത്തത്. മേലോട്ടേക്കുള്ള ലെവൽസ് ബാങ്ക് നിഫ്റ്റി ഏറ്റവും അടുത്തുള്ള ലെവൽ നോക്കുകയാണെന്നുണ്ടെങ്കിൽ ഏകദേശം ഈ അടുത്തൊന്നും ഇവിടെ ഒരു ലെവൽ ഇല്ല. ഈ ഒരു റേഞ്ചിൽ ഒരു ലെവലുണ്ട്. അത് ജസ്റ്റ് ഒന്ന് മാർക്ക് ചെയ്തേക്കാം. കഴിഞ്ഞ കുറച്ച് ദിവസമായിട്ട് മാർക്കറ്റ് തീരെ നോക്കാൻ പറ്റില്ല. കഴിഞ്ഞ വെള്ളിയാഴ്ച മാത്രമേ കുറച്ച് നേരം മാർക്കറ്റിൽ ഉണ്ടായിരുന്നുള്ളൂ. അതുകൊണ്ട് ലെവൽസിനായിട്ട് വലിയ പിടുത്തൊന്നുമില്ല. ഒരുപാട് വിട്ടിട്ടാണ് ലെവൽസൊക്കെ കിടക്കുന്നത്. എന്തായാലും നമുക്ക് നോക്കി നോക്കാം ഏതെങ്കിലുമൊക്കെ ടാപ്പ് ചെയ്യുമോ ഇല്ല എന്നുള്ളത്. ഓക്കെ, ഈ ഒരു റേഞ്ചിൽ ചെറിയൊരു ഒരു ഇൻറ്റേർണൽ ലിക്വിഡിറ്റി ഒക്കെ ഉണ്ട്. പ്രോപ്പറായിട്ടുള്ള ലിക്വിഡിറ്റി ആയിട്ടല്ല, ഒരു ഇൻറ്റേർണൽ ലിക്വിഡിറ്റിയാണ്. അത് ടാപ്പ് ആയിട്ടുണ്ട്. പക്ഷേ അവിടെ നിന്ന് എൻട്രി നോക്കണമുള്ളത് നമുക്ക് നോക്കി നോക്കാം. അവിടെ നിന്ന് നല്ലൊരു എൻട്രി കിട്ടുകയാണെങ്കിൽ വേണമെങ്കിൽ കൺസിഡർ ചെയ്യാം. പക്ഷേ പ്രോപ്പറായിട്ടുള്ള ലിക്വിഡിറ്റി അല്ല, ഇൻറ്റേർണൽ ലിക്വിഡിറ്റിയാണ്. ഈ വലിയൊരു ക്യാൻഡിലിൻ്റെ ഉള്ളിലാണ് ഒരു വലിയ ഗ്രീൻ ക്യാൻഡിൽ ഉണ്ടല്ലോ ഇന്നലെ ഉണ്ടായ, അതിൻ്റെ ഉള്ളിലുണ്ടായ ക്യാൻഡിൽസാണ് ഈ ഒരു ക്യാൻഡിലിൻ്റെ ഉള്ളിൽ. അതുകൊണ്ട് ഒരു ഇൻറ്റേർണൽ ഏരിയ എന്നേ നമുക്ക് പറയാൻ പറ്റുള്ളൂ. എന്തായാലും നമുക്ക് നോക്കി നോക്കാം അവിടെ നിന്ന് നല്ലൊരു എൻട്രി വരുമോ, എന്താണ് അവസ്ഥ എന്നുള്ളതൊക്കെ. ഇനി നമുക്ക് ഒരു നല്ല എൻട്രി വരികയാണെങ്കിൽ എടുക്കാൻ കണക്കാക്കിയിട്ട് നമ്മളെ ചാർട്ടും കാര്യങ്ങളൊക്കെ അതിനനുസരിച്ച് ഒന്ന് സെലക്ട് ചെയ്ത് വെക്കാം. അതായത് ഇവിടെ ഈ അപ്സ്റ്റോക്സിൻ്റെ ഇതിൽ ഒറ്റ മിനിറ്റ്. ഓക്കെ, അപ്സ്റ്റോക്സിൻ്റെ ഇതിൽ പോയിട്ട് ഇതിൽ ആവശ്യമില്ലാത്ത ഇതൊക്കെ നമുക്ക് റിമൂവ് ചെയ്യാം. ജസ്റ്റ് ഒന്ന് കുറേ അൺവാണ്ടഡ് ആയിട്ടുള്ള ലൈൻസൊക്കെ റിമൂവ് ചെയ്യാം. എന്നിട്ട് നിഫ്റ്റിയിൽ വരികയാണെന്നുണ്ടെങ്കിൽ നിഫ്റ്റിൻ്റെ ചാർട്ട് ഇവിടെ സെലക്ട് ചെയ്തു. അതേപോലെ നിഫ്റ്റിൻ്റെ ഫ്യൂച്ചറിൻ്റെ ചാർട്ട് സെലക്ട് ചെയ്തിട്ടുണ്ട്. ഈ നിഫ്റ്റിയിൽ അതേപോലെ എൻട്രി വരികയാണെങ്കിൽ അതിനനുസരിച്ചുള്ള സ്ട്രൈക്ക് നമുക്ക് ഈ ഒരു ഏരിയയിൽ സെലക്ട് ചെയ്ത് വെക്കാം. അതുപോലെ ബാങ്കിൻ്റെത് ഇവിടെ സെലക്ട് ചെയ്ത് വെക്കാം. ബാങ്ക് നിഫ്റ്റിൻ്റെ ചാർട്ട് ഇവിടെ സെലക്ട് ചെയ്തു. അതുപോലെ ബാങ്ക് നിഫ്റ്റിൻ്റെ ഫ്യൂച്ചർ സെലക്ട് ചെയ്തിട്ട് നടുക്ക് സെറ്റ് ചെയ്ത് വെക്കാം. ബാങ്ക് നിഫ്റ്റിൻ്റെ ഫ്യൂച്ചർ ഇതാണ് ബാങ്ക് നിഫ്റ്റിൻ്റെ ഫ്യൂച്ചർ. അത് സെലക്ട് ചെയ്ത് വെച്ചു. ഇനി ഇവിടെ ബാങ്ക് നിഫ്റ്റിയിൽ ഏതെങ്കിലും ഒരു എൻട്രി വരികയാണെന്നുണ്ടെങ്കിൽ അതിനനുസരിച്ചിട്ട് അവിടെ ആ ഒരു ഇത് സെലക്ട് ചെയ്ത് വെക്കാം. ആവശ്യമില്ലാത്ത ഇതൊക്കെ നമുക്ക് റിമൂവും ചെയ്യാം, ഡ്രോയിങ്സൊക്കെ. ഓക്കെ, അപ്പോൾ ഇത്രയും കാര്യങ്ങളൊക്കെ സെലക്ട് ചെയ്ത് വെച്ച് കഴിഞ്ഞാൽ ഇനി നമുക്ക് എൻട്രി വരുമ്പോൾ ഡയറക്റ്റ് നമുക്ക് എടുക്കാൻ പറ്റും. പെട്ടെന്ന് തന്നെ നോക്കിയിട്ട് എടുക്കാൻ പറ്റും. ഫ്യൂച്ചർ ചാർട്ടിൽ അതേപോലെ സ്പോട്ടിൻ്റെ ചാർട്ടിലെല്ലാം നോക്കിയിട്ട് ഡീറ്റെയിൽ ആയിട്ട് നമുക്ക് നോക്കിയിട്ട് എടുക്കാൻ പറ്റും. ഓക്കെ, ഇനിയപ്പോൾ എന്തായാലും വെയിറ്റ് ചെയ്യാം, നല്ലൊരു എൻട്രി വരട്ടെ. നമ്മൾ രാവിലെ മാർക്ക് ചെയ്ത ലെവൽ ടാപ്പ് ചെയ്ത് ചെറിയ മൂവ്മെൻറ്റ് താഴേക്ക് വരുന്നുകൊണ്ടിരിക്കുന്നുണ്ട്. അതെന്തായാലും അവിടെ നടക്കട്ടെ. നല്ലൊരു എൻട്രി വരികയാണെങ്കിൽ നമുക്ക് എടുക്കാം. എന്തായാലും നോക്കാം. ഇപ്പോൾ ബാങ്ക് നിഫ്റ്റിയിൽ നോക്കുകയാണെന്നുണ്ടെങ്കിൽ നമ്മൾ രാവിലെ മാർക്ക് ചെയ്ത ലിക്വിഡിറ്റി ഏരിയയാണിത്. അത് ടാപ്പ് ചെയ്തിട്ട് നല്ല രീതിയിൽ താഴോട്ടേക്ക് മൊമെൻറ്റം വന്നുകൊണ്ടിരിക്കുന്നുണ്ട്. ഒരു വിക്കാണ് അവിടെ ഉണ്ടായത്. അത് ടാപ്പ് ചെയ്ത് നല്ലൊരു വിക്ക് ഉണ്ടായിട്ട് താഴോട്ടേക്ക് റെഡ് ക്യാൻഡിൽ നല്ല രീതിയിൽ വന്നുകൊണ്ടിരിക്കുന്നുണ്ട്. അതായത് ലിക്വിഡിറ്റി ആയിട്ട് ടാപ്പ് ചെയ്തിട്ട് അവിടെ നിന്ന് മൊമെൻറ്റം വരുന്നുണ്ട്. പക്ഷേ നമുക്ക് ഇതുവരെ എൻട്രി കാര്യങ്ങളൊന്നും കിട്ടിയില്ല. ഡയലോൻ്റെ അടുത്ത് വന്നുകൊണ്ടിരിക്കുന്നുണ്ട്. അവിടെ ഫ്ലാറ്റ് റേറ്റിൽ കാണാൻ എൻട്രി കാര്യങ്ങളൊന്നും ഇതുവരെ കിട്ടിയില്ല. നല്ല ഓപ്പർച്യൂണിറ്റി ഒന്നും കിട്ടിയില്ല. അവിടെ വാച്ച് ചെയ്തുകൊണ്ടിരിക്കുന്നുണ്ട്. നല്ലൊരു ഓപ്പർച്യൂണിറ്റി കിട്ടാൻ വേണ്ടിയിട്ട്. നല്ലൊരു ഓപ്പർച്യൂണിറ്റി കിട്ടുകയാണെങ്കിൽ അപ്പം തന്നെ എൻട്രി എടുക്കും. പക്ഷേ ഇതുവരെ ഓപ്പർച്യൂണിറ്റി ഒന്നും വന്നില്ല. അപ്പോൾ അതാണ് ബാങ്ക് നിഫ്റ്റീൻ്റെ ഒരു ഇതുവരെയുള്ള ഒരു അവസ്ഥ എന്ന് പറയുന്നത്. ഇനി നമുക്ക് നിഫ്റ്റീൻ്റെ ജസ്റ്റ് നോക്കി നോക്കാം. നിഫ്റ്റി നോക്കുകയാണെന്നുണ്ടെങ്കിൽ നിഫ്റ്റിയിൽ 5 മിനിറ്റ്സിൽ പുതിയൊരു ലെവൽ ക്രിയേറ്റ് ആയിട്ടുണ്ട്. 50 മിനിറ്റിലുള്ള ഒരു ലെവലും ടാപ്പ് ചെയ്യില്ല. അത് രാവിലെ പറഞ്ഞല്ലോ ഒരുപാട് വിട്ടിട്ടാണ് ലെവൽസ് ഉള്ളത്. അപ്പോൾ 5 മിനിറ്റിൽ പുതിയൊരു ലെവൽ ഇവിടെ ക്രിയേറ്റ് ആയിട്ടുണ്ട്. ഇവിടെ മാർക്ക് ചെയ്ത് വെക്കാം.
ഈ ഒരു ലെവൽ ടാപ്പ് ചെയ്യുകയാണെങ്കിൽ നിഫ്റ്റിയിൽ ഒരു എൻട്രി നോക്കാവുന്നതാണ്, താഴോട്ടേക്ക് ഒരു എൻട്രി നോക്കാം. അതേപോലെ തന്നെ ബാങ്ക് നിഫ്റ്റിയിൽ ഒരു 5 മിനിറ്റിൽ ഒരു ലെവൽ ക്രിയേറ്റ് ആയിട്ടുണ്ട്. 50 മിനിറ്റിലുള്ള ലെവൽ ടാപ്പ് 50 മിനിറ്റിലുള്ള ടാപ്പ് ചെയ്തതിനു ശേഷം 5 മിനിറ്റിൽ ഇവിടെ ഈ ഒരു ഏരിയയിൽ പുതിയൊരു ലെവൽ ക്രിയേറ്റ് ആയിട്ടുണ്ട്. അത് ടാപ്പ് ചെയ്താൽ നമുക്ക് താഴോട്ടേക്ക് ഒരു എൻട്രി നോക്കാം. അപ്പോൾ ഇന്ന് കൺസിഡർ ചെയ്യണ ബാങ്ക് നിഫ്റ്റിയിലാണെന്ന്, നിഫ്റ്റി നോക്കുന്നില്ല, ജസ്റ്റ് വരച്ചിട്ടുള്ളൂ. അവിടുന്ന് ഒരു എൻട്രി എടുക്കുകയാണെങ്കിൽ താഴോട്ടേക്ക് ഒരു 230 പോയിൻ്റൊക്കെ ടാർഗറ്റ് ഉണ്ട്, ഡേയിലോ ടാർഗറ്റ് എടുക്കുകയാണെങ്കിൽ. അപ്പോൾ എന്തായാലും നമുക്ക് നോക്കി നോക്കാം. നല്ലൊരു അവിടുന്ന് ഒരു എൻട്രി കിട്ടുകയാണെങ്കിൽ നല്ല എൻട്രി ആയിരിക്കും, നല്ല രീതിയിൽ ടാർഗറ്റും കാര്യങ്ങളൊക്കെ ഉള്ളൊരു സംഭവമാണ്. അപ്പോൾ ആ ഒരു ലെവൽ നമുക്ക് ജസ്റ്റ് ഇതിലും കൂടെ മാർക്ക് ചെയ്യിക്കുക, അപ്സ്റ്റോക്സിൻ്റെ ചാർട്ടിലും കൂടെ ജസ്റ്റ് ഒന്ന് മാർക്ക് ചെയ്തേക്കാം, ബാങ്ക് നിഫ്റ്റിയിൽ മാർക്ക് ചെയ്തേക്കാം. അതേപോലെ ബാങ്ക് നിഫ്റ്റിൻ്റെ ഫ്യൂച്ചറിലും കൂടെ ജസ്റ്റ് നോക്കിയോ, ഫ്യൂച്ചറിൻ്റെ ചാർട്ടിൽ അങ്ങനത്തെ ഒരു ലെവൽ ഉണ്ടെങ്കിൽ അതും കൂടെ മാർക്ക് ചെയ്തേക്കാം. ഫ്യൂച്ചറിൽ 5 മിനിറ്റിൽ നോക്കുകയാണെന്നുണ്ടെങ്കിൽ ഫ്യൂച്ചറിൽ ശരിക്കും അവിടെ പ്രോപ്പറായിട്ടുള്ളൊരു ലിക്വിഡിറ്റി ഏരിയ ക്രിയേറ്റ് ആയില്ല. പക്ഷെ എന്നാൽ ജസ്റ്റ് നമുക്ക് അവിടെ ഒരു മാർക്ക് ചെയ്തേക്കാം, ഒരു ക്യാൻഡിലിൻ്റെ ഹൈ വെറുതെ ഒന്ന് മാർക്ക് ചെയ്തേക്കാം. സ്പോട്ടിൽ അവിടെ ടാപ്പ് ചെയ്യുന്ന സമയത്ത് ഫ്യൂച്ചറിലും ടാപ്പ് ചെയ്യുന്നുണ്ടോ എന്നുള്ളതൊക്കെ നോക്കാൻ വേണ്ടിയിട്ട്, എൻട്രി കാര്യങ്ങളൊക്കെ പെർഫെക്റ്റ് ആയിട്ട് എടുക്കാൻ വേണ്ടിയിട്ട് ജസ്റ്റ് ഒന്ന് മാർക്ക് ചെയ്ത് വെച്ചെന്നുള്ളൂ. അവിടെ ശരിക്കും പ്രോപ്പറായിട്ടുള്ള ലെവലില്ല, പ്രോപ്പറായിട്ടുള്ള ലെവൽ സ്പോട്ടിൽ മാത്രമേ ഉള്ളൂ. എന്തായാലും നമ്മളവിടെ മാർക്ക് ചെയ്ത് വെച്ചിട്ടുണ്ട്. രണ്ടിലും ടാപ്പ് ചെയ്യുന്ന സമയത്ത് മാർക്കറ്റ് എങ്ങനെയാണ് റിയാക്ട് ചെയ്യുന്നതൊക്കെ നമുക്ക് ജസ്റ്റ് ഒന്ന് നോക്കി നോക്കാം. ഇപ്പോൾ നിഫ്റ്റിയിൽ നോക്കുകയാണെന്നുണ്ടെങ്കിൽ നിഫ്റ്റിയിൽ നമ്മളൊരു ലെവൽ മാർക്ക് ചെയ്ത് വെച്ചിരുന്നു. ഓക്കെ, നിഫ്റ്റിയിൽ അവിടെ ഒരു ലെവലുണ്ട്. ആ ലെവലിൽ ജസ്റ്റ് നമുക്ക് എന്ത് ചെയ്യാം, മറ്റേ അപ്സ്റ്റോക്സിൻ്റെ ചാർട്ടിൽ ജസ്റ്റ് ഒന്ന് മാർക്ക് ചെയ്തേക്കാം. ഇങ്ങനെ മാർക്ക് ചെയ്തേക്കണം എന്തിനാണെന്ന് വെച്ചാൽ നമുക്ക് എൻട്രി വരുന്ന എൻട്രി ചിലപ്പോൾ പെട്ടെന്നായിരിക്കും ഒന്നുള്ളൂ, ലെവൽ ക്രിയേറ്റ് ആയിട്ട് പെട്ടെന്നായിരിക്കും മാർക്കറ്റ് മേലെ വന്നാണ് ലെവലൊക്കെ ടാപ്പ് ചെയ്യാം. അപ്പോൾ അങ്ങനെ ടാപ്പ് ചെയ്യുന്ന സമയത്ത് നമുക്ക് കൂടുതൽ കൺഫ്യൂഷൻസും കാര്യങ്ങളൊന്നും ഇല്ലാണ്ട് കൂളായിട്ട് ഇരുന്ന് എൻട്രി എടുക്കാൻ വേണ്ടിയിട്ട് ആ സമയത്ത് ഫ്യൂച്ചറിൻ്റെ ചാർട്ട് അവിടെ പോയി തപ്പേണ്ടി വരും, സ്പോട്ടിൻ്റെ ചാർട്ട് ഇവിടെ പോയി തപ്പേണ്ടി വരും. അപ്പോൾ ലെവൽ എവിടെയാണെന്നുള്ള നമുക്ക് മനസ്സിലാവില്ല, കൺഫ്യൂഷൻ ചെയ്യും. അപ്പോൾ അതൊന്നും വരാണ്ടൊക്കെ വേണ്ടിയിട്ടാണ് ഇങ്ങനെ ഫുള്ള് കംപ്ലീറ്റ് ആയിട്ട് മാർക്ക് ചെയ്തേക്കുന്നത്. എല്ലാ ദിവസവും ഞാൻ ഇങ്ങനെ തന്നെയാണ് ചെയ്യൽ. അപ്പോൾ ഇങ്ങനെ ചെയ്ത് വെച്ചാൽ അവിടെ എത്തുന്ന സമയത്ത് നമുക്ക് നിഫ്റ്റി നോക്കണം, നിഫ്റ്റി നോക്കാം, അതേപോലെ ഫ്യൂച്ചർ നോക്കണം, ഫ്യൂച്ചർ, ബാങ്ക് നോക്കണം, ബാങ്ക് ഒക്കെ നമുക്ക് അങ്ങോട്ടും ഇങ്ങോട്ടും മാറി മാറി നോക്കാൻ പറ്റും. പെട്ടെന്ന് നമുക്കൊരു ഐഡിയ കിട്ടും. അപ്പോൾ അതിന് വേണ്ടിയിട്ട് എല്ലാ ലെവൽസും പുതിയത് ക്രിയേറ്റ് ആവുന്ന അപ്പോൾ ഞാൻ മാർക്കറ്റിൽ മാർക്ക് ചെയ്ത് വെക്കലുണ്ട്. ഓക്കെ, അപ്പോൾ എന്തായാലും ഇതിൽ ഏതെങ്കിലുമൊക്കെ ലെവൽ ടാപ്പ് ചെയ്ത് നോക്കി നോക്കാം. എന്തായാലും ബാങ്ക് നിഫ്റ്റിയിലായിരിക്കും എൻട്രി കൺസിഡർ ചെയ്യാം. ഓക്കെ, അപ്പോൾ ബാങ്ക് നിഫ്റ്റിയിലൂടെ ഒരു എൻട്രി എടുത്തിട്ടുണ്ട്. നമ്മൾ പറഞ്ഞ ലെവലൊക്കെ നല്ല അടിപൊളിയായിട്ട് ടാപ്പ് ചെയ്തിട്ടുണ്ട്. അത് ടാപ്പ് ചെയ്തതിന് ശേഷം 1 മിനിറ്റിൽ നോക്കിയിട്ട് നല്ലൊരു എൻട്രി കിട്ടിയപ്പോൾ അതവിടെ കാണാം 53,600 പുട്ട് ഓപ്ഷനാണ് എടുത്തത്. ടൈമും കാര്യങ്ങളൊക്കെ അവിടെ കാണാം. 11:11 എടുത്തത്. എൻട്രി പ്രൈസ് നോക്കുകയാണെങ്കിൽ 689 കറക്റ്റ് 100 പോയിൻറ്റ്സിൽ ടാർഗറ്റ് ഉണ്ട്, 20 പോയിൻറ്റ്സിൽ SL ഉണ്ട്. ഫുള്ള് സെറ്റ് ചെയ്ത ബി ഓർഡറാണ് എടുത്തത്. ടാർഗറ്റും SL ഒക്കെ സെറ്റ് ചെയ്ത് വെച്ച പ്രോപ്പറായിട്ടുള്ള എൻട്രിയാണ് ഇത്. ടാർഗറ്റ് അടിക്കുക, SL അടിക്കുക എന്താണെന്നുള്ളതൊക്കെ നമുക്ക് നോക്കി നോക്കാം. ക്വാണ്ടിറ്റി കൂട്ടിയിട്ടുണ്ട്, 60 ക്വാണ്ടിറ്റി ആക്കിയിട്ടുണ്ട്. ഈ മാസം തൊട്ട് 60 ക്വാണ്ടിറ്റിയാണ്. ഓക്കെ, അപ്പോൾ ഏകദേശം എൻട്രി ഈ ഒരു റേഞ്ചിലാണ് എടുത്തത്, ഈ 680 എത്ര കാണേനി. ഓക്കെ, എന്തായാലും നമുക്ക് നോക്കി നോക്കാം. ടാർഗറ്റ് അടിക്കുക, സ്റ്റോപ്പ് ലോസ് അടിക്കുക എന്നുള്ളതൊക്കെ. നല്ലൊരു ലിക്വിഡിറ്റി ആയിട്ട് മേലെ ടാപ്പ് ചെയ്ത സമയത്ത് താഴോട്ടേക്കുള്ളൊരു പുട്ട് ഓപ്ഷനാണ് എൻട്രി എടുത്തത്. അപ്പോൾ ആ ഒരു ട്രേഡ് ഇവിടെ SL അടിച്ചിട്ടുണ്ട്. ഇവിടെ കാണാം ബാങ്ക് നിഫ്റ്റി 53,600 പുട്ട് ഓപ്ഷൻ. നമ്മൾ രാവിലെ എടുത്ത ട്രേഡ് പെട്ടെന്ന് തന്നെ SL അടിച്ചിരുന്നു 1,200 രൂപ. 60 ക്വാണ്ടിറ്റി എടുത്തുകൊണ്ടാണ് 1,200 വന്നത്. 60 ക്വാണ്ടിറ്റിയിൽ 20 പോയിൻറ്റ് SL പറയുമ്പോൾ 60 × 20 1,200 രൂപയാണ്. കഴിഞ്ഞ മാസം വരെ 4 ലോട്ടിലാണ് ചെയ്ത്, അല്ല 3 ലോട്ടാണ്, ഇപ്പോൾ 4 ലോട്ടാക്കിയതുകൊണ്ടാണ് ലോസ് ലേശം കൂടിയത്. പക്ഷേ കുഴപ്പമില്ല, ടാർഗറ്റ് വരുന്ന സമയത്ത് അതിനനുസരിച്ച് നല്ല അടിപൊളിയായിട്ട് ടാർഗറ്റും കിട്ടും. പ്രോഫിറ്റ് വരുമ്പോൾ 6,000 രൂപയായിരിക്കും പ്രോഫിറ്റ് വരിക. ഓക്കെ, അപ്പോൾ എന്തായാലും ഈ ട്രേഡ് മാത്രമേ ഉണ്ടായിരുന്നുള്ളൂ, വേറെ ട്രേഡൊന്നുമില്ല. ഒറ്റ ട്രേഡ് എടുത്ത് അത് SL അടിച്ച്. ഇനി നമുക്ക് നാളത്തേക്കുള്ള ലെവൽസും കാര്യങ്ങളൊക്കെ നോക്കി നോക്കാം. ബാങ്ക് നിഫ്റ്റിയിൽ നോക്കുകയാണെന്ന്, ബാങ്ക് നിഫ്റ്റിയിൽ നാളെ ഞാൻ എൻട്രി കൺസിഡർ ചെയ്യാൻ പോകുന്ന ഹയർ ടൈം ഫ്രെയിം ലെവൽസൊക്കെ ജസ്റ്റ് ഒന്ന് മാർക്ക് ചെയ്യാം. ഈ ലെവലൊക്കെ ടാപ്പ് ചെയ്യുന്ന സമയത്ത് നാളെ ലൈവ് മാർക്കറ്റിൽ ജസ്റ്റ് ഒന്ന് നോക്കി നോക്കാം, മാർക്കറ്റ് എങ്ങനെയാണ് ആക്ട് ചെയ്യുന്നത്. മേലെ മാർക്ക് ചെയ്ത ലെവൽ ടാപ്പ് ചെയ്യുമ്പോൾ താഴേക്ക് വരുന്നുണ്ടോ, താഴെ ടാപ്പ് ചെയ്യുമ്പോൾ മേലേക്ക് പോകുന്നുണ്ടോ എന്നുള്ളതൊക്കെ. അപ്പോൾ ബാങ്ക് നിഫ്റ്റിയിൽ നോക്കുകയാണെന്നുണ്ടെങ്കിൽ തൊട്ടടുത്തുള്ള ലെവൽസൊക്കെ ഇതിൽ തൊട്ടടുത്തൊന്നും ലെവൽസ് ഇല്ല. കാരണം ഇന്ന് രാവിലെ പറഞ്ഞ അതേപോലെ തന്നെ ആണ് എനിക്ക്. കാരണം ഈ ഒരു ക്യാൻഡിലുണ്ട്, ഈ ഒരു പച്ച ക്യാൻഡിൽ, അതിൻ്റെ ഉള്ളിലാണ് ഈ ഒരു ക്യാൻഡിൽ അതിൻ്റെ ഹൈ കട്ട് ചെയ്തില്ല. ഈ കംപ്ലീറ്റ് ക്യാൻഡിൽസ് ഇതിൻ്റെ ഉള്ളിൽ തന്നെയാണ്. അതുകൊണ്ട് ഒരു പ്രോപ്പറായിട്ട് ലിക്വിഡിറ്റി ഏരിയ തൊട്ടടുത്തൊന്നും ഇല്ല. ഇന്ന് രാവിലെ മാർക്ക് ചെയ്ത ആ ഏരിയാസ് തന്നെ ഉള്ളൂ, അടിയിലും മേലെയും അത് തന്നെ ഉള്ളൂ. വേറെ വലിയ വ്യത്യാസങ്ങളൊന്നുമില്ല. നാളെ രാവിലെ ഇനി അതല്ലാണ്ടെങ്കിൽ നാളെ രാവിലെ പുതിയൊരു ലെവൽ ക്രിയേറ്റ് ആവണം. നാളെ 5 മിനിറ്റിൽ എങ്ങാനും ഒരു പുതിയൊരു ഇൻറ്റേർണൽ ആയിട്ടുള്ള ഒരു ലെവൽ ക്രിയേറ്റ് ആയിട്ട് ആ ഒരു ലെവലിന് എൻട്രി എടുക്കണം. രാവിലെ വരച്ച ലൈൻ ഇവിടെ ആണെങ്കിൽ അവിടെ തന്നെ ആണെങ്കിൽ ഇവിടെ ഒരു ചെറിയൊരു ലിക്വിഡിറ്റി ഏരിയയും കൂടെ ഉണ്ട് ഈ ഒരു ഏരിയയിൽ. അത് രാവിലെ വരയ്ക്കാൻ വിട്ടുപോയതാണ്. അവിടെയും കൂടെ ഒരു ലിക്വിഡിറ്റി ഏരിയ, അത് ടാപ്പ് ചെയ്തിട്ടുണ്ടോ എന്നുള്ള അറിയില്ല. ഓൾറെഡി ടാപ്പ് ചെയ്തിട്ടുണ്ടെങ്കിൽ കൺസിഡർ ചെയ്യില്ല. ഇല്ല, ഓൾറെഡി ടാപ്പ് ചെയ്തില്ല, അതുകൊണ്ട് ഇതും കൺസിഡർ ചെയ്യാം. ഓക്കെ, അപ്പോൾ തൊട്ടടുത്തുള്ള ലിക്വിഡിറ്റി ഏരിയ ഇതുമാണ്. ഇതിലധികം ഒന്ന് ടാപ്പ് ചെയ്യുകയാണെങ്കിൽ ഓപ്പോസിറ്റ് ഡയറക്ഷനിൽ ഒരു എൻട്രി നോക്കുക. അതല്ലെങ്കിൽ നാളെ ഒരു 5 മിനിറ്റിലൊക്കെ പുതിയൊരു ലെവൽ ക്രിയേറ്റ് ആവണം.
ഓക്കെ, അതാണ് ബാങ്ക് നിഫ്റ്റിൻ്റെ അവസ്ഥ. നിഫ്റ്റിൻ്റെ അവസ്ഥ നോക്കുകയാണെങ്കിൽ ഒട്ടും മോശമല്ല, ബാങ്ക് നിഫ്റ്റിക്ക് ഒപ്പം തന്നെയാണ് നിഫ്റ്റി നിൽക്കുന്നത്. ഈ ഒരു റെഡ് ക്യാൻഡലിൻ്റെ ഈ ഒരു വലിയ റെഡ് ക്യാൻഡലിൻ്റെ ഉള്ളിലാണ് കംപ്ലീറ്റ് ക്യാൻഡിൽസ് ഉണ്ടായത്. അതുകൊണ്ട് വലിയ പ്രോപ്പറായിട്ടുള്ള ലെവൽസും കാര്യങ്ങളൊന്നുമില്ല. രാവിലെ മാർക്ക് ചെയ്ത പോലെ തന്നെ ഒരുപാട് വിട്ടിട്ടാണുള്ളത്. ഒന്നെങ്കിൽ ഇത് അല്ലെങ്കിൽ മേലുള്ളത് രാവിലെ മാർക്ക് ചെയ്ത സെയിം ലെവലാണ്. ഇതിൽ അതൊന്ന് ടാപ്പ് ചെയ്യണം, അതല്ലെങ്കിൽ 5 മിനിറ്റിൽ ബാങ്ക് നിഫ്റ്റിയിൽ പറഞ്ഞ അതേപോലെ തന്നെ 5 മിനിറ്റിൽ പുതിയൊരു ലെവൽ ക്രിയേറ്റ് ആവണം. അപ്പോൾ മേലുള്ള ഒരു ലെവൽ എന്ന് പറഞ്ഞത് ഈ ഒരു റേഞ്ചിലാണ്. ഇവിടെയൊക്കെ ഒരു ലെവൽസ് ഉണ്ട്, ഇവിടെയൊക്കെ ഒരു ഇൻറ്റേർണൽ ലെവൽസ് ഉണ്ട്. അത് മാർക്ക് ചെയ്ത് നോക്കി നോക്കാം നമുക്ക്. ആ ഒരു ലെവൽ എന്ന് വെച്ചാൽ ശരിക്കും ഇൻറ്റേർണൽ ലെവലാണ്. അത് അവിടുന്ന് വേണമെങ്കിൽ നോക്കാം, നല്ലൊരു എൻട്രി കിട്ടുകയാണ്. അതല്ലേ വേണ്ട, അത് കൺസിഡർ ചെയ്യേണ്ട. കാരണം തൊട്ടടുത്ത് തന്നെ ഉണ്ടല്ലോ വേറെ ഒരു ലെവൽ. ഈ ഒരു ലൈന് ഒരുപാട് വിട്ടിട്ടാണെന്നുണ്ടെങ്കിൽ, അടുത്ത ലിക്വിഡിറ്റി ഒരുപാട് വിട്ടിട്ടാണെങ്കിൽ അത് കൺസിഡർ ചെയ്യുന്നത്. ഇപ്പോൾ ഏകദേശം അടുത്തടുത്തായതുകൊണ്ട് അത് കൺസിഡർ ചെയ്യേണ്ട, ഈ മേലുള്ള ലൈൻ കൺസിഡർ ചെയ്യുക. അപ്പോൾ തൊട്ടടുത്തുള്ള 2 ലെവൽസ് എന്ന് പറഞ്ഞത് ഇത് രണ്ടാണ്, ഒന്ന് ഇതും പിന്നെ ഒന്ന് ഇതും. ഇതിലേതെങ്കിലും ഒന്ന് ടാപ്പ് ചെയ്യുന്ന സമയത്ത് നാളെ 2 നോക്കും. അതല്ലെങ്കിൽ നടുക്ക് പുതിയൊരു 5 മിനിറ്റിൽ എങ്ങാനും ഉണ്ടാക്കുകയാണെങ്കിൽ അതൊന്ന് കൺസിഡർ ചെയ്യാം. അപ്പോൾ ഇതാണ് നിഫ്റ്റിയിലും ബാങ്ക് നിഫ്റ്റിയിലുള്ള നാളത്തേക്കുള്ള ലെവൽസ്. ഓക്കെ, അപ്പോൾ അത്രയൊക്കെ ഉള്ളൂ ഇന്നത്തെ വീഡിയോ. ഇനി പുതിയൊരു വീഡിയോ ആയിട്ട് നാളെ കാണാം. ഓക്കെ, ബൈ.